അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റജബ് മാസം വിശ്വാസി ഹൃദയങ്ങൾ അനുഷ്ഠാനങ്ങളുടെ വിത്തിറക്കുന്ന പുണ്യമാസം. തുടർന്നുള്ള ഷഅബാൻ, റമദാൻ തുടങ്ങിയ പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ സ്രഷ്ടാവിലേക്ക് സായുജ്യമടയാനും ആ പുണ്യ ദിനരാത്രങ്ങളെ ആരാധന നിത്യമാക്കാനും സജ്ജമാക്കുന്ന മാസം കൂടിയാണ് റജബ്. ഒട്ടനവധി പുണ്യങ്ങൾ കൊണ്ടും നിരവധി അത്ഭുതങ്ങൾ കൊണ്ടും ധന്യമാണ് റജബ് മാസം. ആ മാസത്തെക്കുറിച്ച് സമഗ്രമായ പഠന സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. റജബ് എന്നത് തർജീബ് എന്ന പ്രയോഗത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. മലയാളത്തിലേക്ക് നോക്കുമ്പോൾ വിവക്ഷ സമാദരിക്കൽ, സജ്ജമാവുക എന്നതാണ്. അടുത്തു വരാനിരിക്കുന്ന ഷഅബാൻ മാസത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ സജ്ജമാകണം എന്ന പ്രവാചകരുടെ വചനമാണ് തെളിവ് ഉദ്ധരിക്കപ്പെടുന്നത്. റജബ് മാസത്തിന് പണ്ഡിതന്മാർ വേറെയും ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഷഹ്റുൽ ഫർദ്, ഒറ്റപ്പെട്ട മാസം എന്നതാണ് അർത്ഥം. യുദ്ധം നിഷിദ്ധമായ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് തുടങ്ങിയ 4 മാസങ്ങളിൽ ആദ്യത്തെ 3 തുടർച്ചയായ മാസങ്ങളും റജബ് ഒറ്റപ്പെട്ടതുമാണ്. പ്രവാചകരുടെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ ഈ വിഷയ സംബന്ധിയായി സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. റജബുൻ ഷഹ്റുല്ലാ വശഅബാനു ഷഹ്രി, ഷഅബാൻ എൻ്റെ മാസമാണ്. റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവുമാകുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായിട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്. റജബിലെ നോമ്പുകാർക്കല്ലാതെ അതിൽ പ്രവേശിക്കാൻ കഴിയില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലൊരു പുഴയുണ്ട്, പേര് റജബ് എന്നാണ്. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരം നിറഞ്ഞതുമാണ് ആ വെള്ളം. റജബിൽ നോമ്പ് നോറ്റവന് അള്ളാഹു അതിൽ നിന്ന് വെള്ളം നൽകുന്നതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിച്ചതായി കാണാം. ഉസ്മാൻ ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റജബ് നോമ്പിനെക്കുറിച്ച് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് റജബ് മാസത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം നോമ്പെടുത്തിരുന്നു എന്നാണ്. നോമ്പ് നോൽക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ പറയും, ഇനി നബിക്ക് എന്നും നോമ്പ് തന്നെയായിരിക്കും. നോൽക്കാതിരുന്നാൽ ഇനി തീരെ നോറ്റുകൊള്ളണമെന്നില്ല എന്ന് ഞങ്ങൾ പറയും. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് റജബ് മാസത്തിൽ നോറ്റിരുന്നത്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, സ്വർഗത്തിലൊരു മണിമന്ദിരമുണ്ട്, അത് റജബിലെ നോമ്പുകാർക്കുള്ളതാണ് എന്ന്. ഇങ്ങനെ വിശുദ്ധമായ റജബ് മാസത്തിന് ധാരാളം പവിത്രതയുള്ളതായി പല ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റജബ് ആഗതമായാൽ വിശ്വാസികൾ റമദാനിനെ ചിന്തിച്ചു തുടങ്ങുന്നു. സാമൂഹികമായും മാനസികമായും ഒരുക്കങ്ങൾ നടക്കുന്നു. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് റജബിലും ഷഅബാനിലും വിശാലത നൽകണമേ, റമദാനിനെ എത്തിച്ചു തരണമേ എന്നുള്ള സ്ഥിരമായി ഈ പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഒരു ത്രൈമാസ ആത്മീയ ക്യാമ്പയിനായിട്ടാണ് റജബ്, ഷഅബാൻ, റമദാൻ എന്നീ 3 മാസങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. ശാരീരിക മാനസിക ശുദ്ധീകരണം നടത്തുക വഴി ഹൃദയം പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒട്ടനവധി അവസരങ്ങൾ പ്രത്യുത മാസങ്ങളിലുണ്ട്. അനേകം ഉദാഹരണങ്ങളിലൂടെയും ഉപമകളിലൂടെയും തിരു ഹദീസുകളും മഹൽ വചനങ്ങളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റജബ് പാപമോചനത്തിൻ്റെയും, ഷഅബാൻ ന്യൂനത മറക്കുന്നതിൻ്റെയും, റമളാൻ ഹൃദയം പ്രകാശിപ്പിക്കുന്നതിൻ്റെയും മാസമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റജബ് പാപമോചനത്താലും, ഷഅബാൻ ശുപാർശയാലും, റമളാൻ ഗുണങ്ങൾ ഇരട്ടിപ്പിക്കലിനാലും പ്രത്യേകമാക്കപ്പെട്ട മാസങ്ങളാണ്. റജബ് തൗബയുടെയും, ഷഅബാൻ സ്നേഹത്തിൻ്റെയും, റമളാൻ അള്ളാഹുലേക്ക് അടുക്കുന്നതിൻ്റെയും മാസങ്ങളാണെന്നും, റജബ് വിത്തിടുന്നതിൻ്റെയും, ഷഅബാൻ നനക്കുന്നതിൻ്റെയും, റമളാൻ കൊയ്ത്തിൻ്റെയും മാസങ്ങളാണെന്നും തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. റജബ് കച്ചവടത്തിൻ്റെ മാസമാണെന്നും ആരാധനകൾ വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യണമെന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സുൽത്താൻ ഔലിയ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വർഷം ഒരു വൃക്ഷം പോലെയാണ്,
റജബിൽ അത് ഇലയിടുകയും ഷഅബാനിൽ കായ്ക്കുകയും റമദാനിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. റജബിൽ തുടങ്ങിയ കൃഷിയിറക്കലിൻ്റെ വിളവെടുപ്പ് റമദാനിലാണെന്നർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, വിശുദ്ധ ഖുർആനിന് മറ്റുള്ള കലാമുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളതുപോലെ റജബിന് മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. റജബിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറും ദിക്റുകളും വർദ്ധിപ്പിക്കുന്നതിനും വലിയ പുണ്യമാണ്. റജബിലെ നോമ്പുകാർക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്രായിൻ്റെ രാത്രി ഞാൻ ഒരു പുഴ കണ്ടു. അതിലെ വെള്ളം തേനിനേക്കാൾ രുചികരവും ഐസ് കട്ടകളേക്കാൾ തണുപ്പും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുള്ളതാണ്. തത്സമയം ഞാൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ആർക്കുള്ളതാണ് ജിബ്രീലേ ഈ നദി? ജിബ്രീൽ അലൈഹി ഇസ്ലാം മറുപടി നൽകി, റജബ് മാസത്തിൽ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കുള്ളതാണ് എന്നായിരുന്നു ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി. ചുരുക്കത്തിൽ കാലാന്തരങ്ങളായി വിശ്വാസി സമൂഹം ഏറെ പവിത്രതയോടെ പരിഗണിക്കുന്ന മാസമാണ് റജബ്. എണ്ണിയാലൊടുങ്ങാത്ത നിരവധി മഹത്വങ്ങളാൽ അനുഗ്രഹീതമാണത്. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനിലേക്കുള്ള കവാടമായ റജബിനെ ആരാധനകളാൽ ധന്യമാക്കണം. റജബിലും ഷഅബാനിലും റമദാനിലും തുടർച്ചയായി നോമ്പനുഷ്ഠിക്കൽ മഹത്തുക്കളുടെ ശീലമായിരുന്നു. റജബിനെയും ഷഅബാനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് പുണ്യ റമദാനിൻ്റെ പരിശുദ്ധിയും വൈശിഷ്ട്യവും ആവാഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.